പക്ഷേ അവരുടെ ശാന്തമായ ജീവിതം ഒരു കാർ അപകടം തകർത്തു കളയുന്നു. പെൺകുട്ടിയെ കാർ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ധനികനാവട്ടെ ആ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ആ അപകടത്തിൽ തന്റെ കുഞ്ഞിനെയും നഷ്ടമാകുന്നു. അതിനുശേഷം പെൺകുട്ടി വല്ലാതെ ഡിപ്രഷനിലാവുന്നു. അവൾ സ്വന്തമായി തന്നെ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ആൺകുട്ടി അവളുടെ മുറിയുടെ കതവ് തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നു. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ടും അവൻ അറിയാത്ത പോലെ നടിക്കുന്നു. അവന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ അവളുടെ കൂടെ ആവശ്യപ്പെടുന്നു. അവന് വേണ്ടിയിട്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ആൺകുട്ടി ഒരു ഹൃദയശൂന്യനാണെന്ന് അവൾ കരുതുന്നു. അതിന് കാരണം വേറെ ഒന്നുമായിരുന്നില്ല. ധനികനായി അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ ഒരു തുള്ളി കണ്ണീര് പോലും അയാൾക്ക് വേണ്ടി പൊഴിച്ചില്ല. അതിനെക്കുറിച്ചൊന്നും അവൻ വിശദീകരിച്ചില്ല. അതിനു പകരമായി അവളെ നിയമിച്ച ആൾ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോണമെന്ന് ആ യുവാവ് അവളോട് ആവശ്യപ്പെടുന്നു. പെൺകുട്ടി അവളുടെ സാധനങ്ങളും പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ സമയത്ത് അവൾ അവളുടെ ഒരു ബാഗ് മറന്നു പോകുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. ഈ സമയത്ത് ആ ആൺകുട്ടി ആവട്ടെ കുറേയധികം സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് പകുതി ബോധരഹിതനായി കാണുന്നു. തറയിൽ കിടക്കുന്ന സ്ലീപ്പിംഗ് പിൽസുകൾ കണ്ടപ്പോൾ മാത്രമാണ് അവൾക്ക് മനസ്സിലായത് ഇതുവരെ അവൻ അവളോട് അഭിനയിക്കുകയായിരുന്നു. മറ്റാരെക്കാട്ടിലും കൂടുതൽ സങ്കടം അവന്റെ അച്ഛൻ മരിച്ചതിൽ അനുഭവിച്ചിരുന്നത് അവൻ തന്നെയായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ അവനവന്റെ വിഷമം മറച്ചു വെച്ചിട്ട് ആരുമില്ലാത്ത സമയത്ത് മരണത്തിനായി കാത്തു കഴിയുകയായിരുന്നു. പെൺകുട്ടി പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അവരിരുവരുടെയും ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒരാളായി അന്യോന്യം അവർ മാറുന്നു. പെൺകുട്ടിക്ക് താൻ മൂലമാണ് ധനികൻ മരിച്ചേ എന്നുള്ള കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ മകനെ മാനസികഘാതങ്ങൾ മറികടക്കാനായി അവൾ സഹായിച്ചു. അവന്റെ ഓരോ വളർച്ചയും അവൾ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. അവന്റെ വളർച്ചയിലെ ഓരോ നാഴികക്കല്ലുകളും അവൾ കൃത്യമായി സൂക്ഷിച്ചു വെച്ചു. ശ്രദ്ധാപൂർവം തന്നെ അവന്റെ ഓരോ ബർത്ത്ഡേക്കും ഗിഫ്റ്റുകൾ ഒരുക്കി. അവന്റെ എല്ലാ വിഷമതകൾക്കും സന്തോഷങ്ങൾക്കും അവൾ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ഇമോഷൻസിനെയും അവൻ കെയർ ചെയ്യാൻ തുടങ്ങുന്നു. പെൺകുട്ടി രാത്രിയിൽ മിക്ക ദിവസവും പേടി സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേക്കുമായിരുന്നു. ഈ സമയത്ത് അവളുടെ അടുത്ത് അവൻ വന്നിട്ട് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു തരാൻ ആവശ്യപ്പെടുമായിരുന്നു.